നമസ്കാരം. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സമയം രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്നൊരു ട്രെയിൻ യാത്ര പോവുകയാണ്. 10:25 നമ്മുടെ ട്രെയിൻ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതേ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വെജ് ഭവൻ പ്യുവർ വെജിറ്റേറിയനിലാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് അടി. അപ്പോൾ നമ്മളിതേ അകത്ത് കയറി വെള്ളമൊക്കെ എടുത്ത് ഗ്ലാസ്സിൽ വെച്ച് പ്ലേറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഫുഡും കാത്ത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. നിങ്ങളിത് ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു വീഡിയോ കാണുന്നുണ്ടല്ലേ, ഒരു ഡിസ്പ്ലേക്കകത്ത്. അത് ഇവിടുത്തെ അടുക്കളയിലെ സീൻസാണ് കേട്ടോ, കുക്കിങ്ങിൻ്റെയൊക്കെ. കൊള്ളാമല്ലേ? അപ്പോൾ എന്തായാലും ഫുഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. 3 ചപ്പാത്തിയും കുറച്ച് പനീർ ബട്ടറാണ് കേട്ടോ, പനീർ മസാല. പിന്നെ ഈ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് തിരിഞ്ഞ് നടക്കുവാണ്. വലിയ ദൂരമൊന്നുമില്ല, വളരെ അടുത്തായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഇത് തൊട്ട് മേളിലായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ മെട്രോ. കൊച്ചി മെട്രോ ആണ്. നൈറ്റ് ആയതുകൊണ്ടും എത്രത്തോളം വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നെനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതേ ഇപ്പോൾ ഈ ഒരു കടയിൽ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏത്തക്ക മേടിക്കണം. 1/2 കിലോ ഏത്തക്ക. കാരണം നാളെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഒരു എനർജി ആയിട്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഡെസ്റ്റിനേഷനിലെത്താൻ നമ്മളൊരു 9 മണിയൊക്കെ കഴിയും. അപ്പം രാവിലെ നമുക്ക് കഴിക്കണമെങ്കിൽ ഇവ മസ്റ്റാണ്. അതുകൊണ്ട് 1/2 കിലോ ഏത്തക്ക മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. നമ്മൾ ഇന്ന് പോകുന്ന ട്രെയിനിൻ്റെ യാത്രയും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേൾക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തഞ്ചാവൂർ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ എപ്പിസോഡ് 1 കാണാത്തവരുണ്ടെങ്കിൽ, അഥവാ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇത് നമ്മളെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേയിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ ഏറ്റവും താഴെ കിടക്കുന്നുണ്ടോ 161-88 എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ്, അഥവാ നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പെരുമഴ തന്നെയാണ് ഗായ്സ്, പെരുമഴ. അപ്പോൾ കണ്ടില്ലേ, എറണാകുളം പെരുമഴയിൽ കുളിക്കുകയാണ്. ഗൈസ്, അങ്ങനെ മഴയൊക്കെ ഒന്ന് തോന്നുന്നു. നമ്മളിതേ പതുക്കനെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറുവാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെയും നമ്മുടെ വെളിയിൽ നിന്നാണ് ഇതേ കണ്ടില്ലേ, ട്രെയിൻ നമ്പർ 16188 കാരയ്ക്കൽ എക്സ്പ്രസ്. ഓൾറെഡി സ്ലീപ്പർ ടിക്കറ്റൊക്കെ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. S372 ആണ്. അപ്പം പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. കണ്ടില്ലേ, കാരയ്ക്കൽ എക്സ്പ്രസ്. ഇനിയിപ്പം നേരെ പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മൾ പോവുക, എസ്കലേറ്ററൊക്കെ കയറിയിട്ട്. ഇനി ബാക്കി ട്രെയിനിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. സമയം ഇഷ്ടം പോലെ ഉണ്ട്. 2, 3, 4, 5 അങ്ങോട്ട്. നമ്മൾ പാർട്ട് 1 വീഡിയോ ചെയ്തത് കൊച്ചുവേളി മൈസൂർ വണ്ടിയിലായിരുന്നു. അതായത് കൊല്ലത്ത് നിന്ന് നമ്മൾ എറണാകുളം വന്ന വീഡിയോ. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ കയറി കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് പോകേണ്ടുള്ള ട്രെയിൻ ദേ കിടക്കുവാണ് പ്ലാറ്റ്ഫോം നമ്പർ 3. കണ്ടില്ലേ, റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ളൊരു ട്രെയിനാണ് കേട്ടോ. മഴയെ കുളിച്ച് കിടക്കുവാണ് നമ്മുടെ ട്രെയിൻ. നമ്മളിന്ന് പോകുന്നത് 161-88 കാരയ്ക്കൽ എക്സ്പ്രസ്, അഥവാ ടീ ഗാർഡൻ എക്സ്പ്രസ്. ഇത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 10:25 എടുക്കും ഈ ട്രെയിൻ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 11:45 നമ്മുടെ കാരയ്ക്കൽ എത്തും. ഏകദേശം 592 കിലോമീറ്റർ ദൂരം ഈ ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ട്. ഡെയിലി സർവീസ് നടന്ന ട്രെയിനാണ്. ഇനിയിപ്പം നമ്മുടെ S5 S3 ആണ് എൻ്റെ കോച്ച്. അതിനകത്ത് നമ്മളെ 72 നമ്പർ ഇതേ കണ്ടില്ലേ, അപ്പർ ബർത്താണ് എനിക്ക് വരുന്നത്. സീറ്റിനകത്തൊക്കെ കുറച്ച് മഴയൊക്കെ ആയിട്ട് നനഞ്ഞ് കിടക്കുവാണ്. ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേളിലാണ് നമുക്ക് കിടക്കേണ്ടത്. സൈഡ് അപ്പറാണേ. കണ്ടില്ലേ, S372. അപ്പോൾ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നതേ, നമ്മൾ പോകുന്നത് തഞ്ചാവൂരോട്ടാണല്ലോ. എറണാകുളത്ത് നിന്ന് തഞ്ചാവൂർ വരെ നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 295 രൂപയാണ് സ്ലീപ്പറിന്. ജനറൽ ആണെങ്കിൽ 160 രൂപയും, തേർഡ് AC ആണെങ്കിൽ 790 രൂപയും, സെക്കൻഡ് AC ആണെങ്കിൽ 1120 രൂപയാണ് ഒരാൾക്ക്. ഞാൻ പറയുന്നത് കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിനിൻ്റെ കാര്യമാണ്. അതായത് നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ്, അഥവാ ടീ ഗാർഡൻ എക്സ്പ്രസ്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തഞ്ചാവൂർ വരെ പോകുന്നതിനുള്ള ടിക്കറ്റ് ചാർജിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തഞ്ചാവൂരിലേക്കാണല്ലോ പോകുന്നത് ഈ ട്രെയിനിൽ. അതുമാത്രമല്ല, വേളാങ്കണ്ണി പോകാനും ഈ ട്രെയിൻ നമുക്ക് യൂസ് ചെയ്യാം.
നാഗപട്ടണം വരെ പോകുന്നുണ്ട് ഈ ട്രെയിൻ. നാഗപട്ടണത്ത് സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ബസ് മാർഗ്ഗമോ അല്ലെങ്കിൽ വേറൊരു ട്രെയിൻ പിടിച്ചോ നമുക്ക് സുഖമായി വേളാങ്കണ്ണി ദർശിക്കാനും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ട്രെയിനാണ് നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ്. അപ്പോൾ അതേ WP4 ആണ് നമ്മളെ പുള്ള് ചെയ്തുകൊണ്ട് പോകുന്നത്. ലുക്ക് കണ്ടില്ലേ ഈ ലോക്കോ ആണ്, അടിപൊളി. 77th ഇൻഡിപെൻഡൻസ് ഡേ പണിഞ്ഞിറക്കിയിട്ടേക്കുന്നു മോനെ. അപ്പം കാരയ്ക്കൽ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 161-88 എല്ലാ ദിവസവും എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 10:25 രാത്രി എടുത്തു കഴിഞ്ഞാൽ ഇത് 592 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു 11:45 നമ്മുടെ കാരയ്ക്കൽ പോകുന്ന ട്രെയിനാണ്. കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോകാൻ പറ്റിയ ഒരേ ഒരു ട്രെയിൻ. അപ്പോൾ എല്ലാവരും ഓർമ്മയിൽ വെക്കുക, കേരളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് തഞ്ചാവൂരിലേക്ക് പോകാൻ ഈ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ. അത് ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 161-87 ആയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 4:30 കാരയ്ക്കൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം 6:30 തഞ്ചാവൂരും പിറ്റേ ദിവസം രാവിലെ 6:45 നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പം കാരയ്ക്കൽ എക്സ്പ്രസ് അല്ലെങ്കിൽ നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസിനെ പറ്റിയിട്ടുള്ള ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ ഈ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറഞ്ഞ് ശ്രദ്ധിക്കാൻ, ഞാൻ പറഞ്ഞത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തഞ്ചാവൂർ വരെ ഉള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി സ്ലീപ്പർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. S3 ആയിരുന്നു നമ്മുടെ കോച്ച്. 72 ആണ് സീറ്റ് നമ്പർ. അതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. സൈഡ് അപ്പർ ബർത്താണ്. ഇനി നമുക്ക് അകത്തോട്ടേ കയറി ബാത്റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടിയാണല്ലോ, ക്ലീൻ ആൻഡ് നീറ്റൊക്കെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കുഴപ്പമില്ല. വെള്ളമൊക്കെ വരുന്നുണ്ട് ഗൈസ്. നല്ലതാണ്, കണ്ടില്ലേ. സമയമായി ആയിട്ടുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. പോകാനുള്ള സമയമായി വരുന്നുണ്ട്. ഗൈസ് അങ്ങനെ കറക്റ്റ് 10:25 തന്നെ നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പുള്ളത് എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ടൗണ്, ഇടപ്പള്ളി, ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, പാലക്കാട് ജംഗ്ഷനാണ് കേട്ടോ. നമ്മൾ പറയുമ്പോൾ അതുകൂടെ പറയണമല്ലോ. അപ്പോൾ ഇത്രയും സ്ഥലത്താണ് കേരളത്തിൽ ഈ ട്രെയിന് സ്റ്റോപ്പുള്ളത്. പിന്നെ രാത്രിയുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ സമയം 10:25 നമുക്ക് ഉറങ്ങണം. ബാക്കിയൊക്കെ ഇനി രാവിലത്തെ ഉള്ള കാഴ്ചകളായിരിക്കും നമ്മൾ കാണുന്നതൊക്കെ. രാവിലത്തെ ഉള്ള മാക്സിമം കാഴ്ചകൾ നമ്മൾ ഫോണിലെടുത്ത് കാണിക്കുന്നതാണ്. നല്ല മഴയായിരുന്നു കേട്ടോ എറണാകുളം ജംഗ്ഷനിൽ. അടിപൊളി, അതായത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അടിപൊളി മഴയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മഴ. ഇപ്പോൾ ഒന്ന് തോന്നുന്നു ഇപ്പോൾ ഉണ്ട്. നിങ്ങളിവിടെ വെള്ളം കിടക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ, കണ്ടില്ലേ. ഞാനിപ്പോൾ നമ്മുടെ കോച്ചിലാണ് കേട്ടോ നിൽക്കുന്നത്. എൻ്റെ ബാഗാണ് ആ ലെഫ്റ്റ് സൈഡിൽ മേളിൽ ഇരിക്കുന്നത്, കണ്ടോ. നമ്മുടെ ട്രെയിൻ ആദ്യത്തെ സ്റ്റേഷനായ എറണാകുളം ടൗണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉറങ്ങി തുടങ്ങി ട്രെയിനകത്ത്. അപ്പം നമ്മളും ഇപ്പോൾ അകത്തോട്ട് നേരെ കയറി നമ്മുടെ സീറ്റിൽ പോയി ഇരുന്ന് കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഊതിപ്പെരിപ്പിക്കുന്ന തലയണയാണ്. അപ്പോൾ ഇതിന് പെരിപ്പിച്ച് തലയണയാക്കിയിട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. ഇതേ നേരമൊക്കെ എടുത്തിട്ടുണ്ട്. പല്ലിയേക്കാനായിട്ട് പോവുക. സമയം ഇപ്പോൾ ഒരു 6-6:30 കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. വണ്ടി നല്ല പറപ്പ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ കുളിത്തലൈ എന്ന് പറയുന്നൊരു ഭാഗത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുളിത്തലൈ എന്ന് പറയുന്നൊരു ഭാഗത്തോട്ട്. അപ്പോൾ പല്ലിയേപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നലെ ഒരു ഏത്തക്ക മേടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ, അത് മേടിച്ചൊന്ന് അകത്താക്കിയായിരുന്നു ഒരെണ്ണം. പല്ല് തേച്ചിട്ട് അത് കഴിച്ചു. പിന്നെ ചായക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇതുവരെ ചായയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഉറക്കമൊക്കെ അത്യാവശ്യം നല്ല ഉറക്കമായിരുന്നു. കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ല കിട്ടലുമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് തമിഴ്നാടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടങ്ങ് പോവാം. മാക്സിമം കാഴ്ചകൾ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ എടുക്കുന്നതാണ്.
നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഭാഗത്തായിട്ട് എത്താനായിട്ട് പോവാണ് കേട്ടോ. മറ്റേ കുളിത്തലയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ട്രെയിൻ ഒന്ന് സ്ലോ ആക്കി പൊയ്ക്കൊണ്ടിരിക്കുക. ഇതേ കാളവണ്ടി ചേട്ടന്മാരും ഒരു മിന്നായം കണക്കെ എനിക്കത് എടുക്കാൻ പറ്റുള്ളൂ. സോറി ഗായ്സ്. ദൂരത്തുനിന്ന് കണ്ട ഒരു ട്രെയിനാണ് ആ കിടക്കുന്നതെങ്കിൽ തോന്നുമെങ്കിലും ട്രെയിൻ തന്നെയാണ്, പക്ഷേ ഗുഡ്സ് ആണ്. അത് ഗുഡ്സ് ട്രെയിനാണ് കേട്ടോ. ഗുഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചരക്കുകളൊക്കെ അത് തന്നെ രണ്ടും ഒന്നാണ്. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, നോക്കൂ. ഞാൻ ദൂരത്തുനിന്ന് ഏതോ വണ്ടി കിടക്കാന്നൊക്കെ പറഞ്ഞ് വേറീസ് മൈ ആപ്പ് ട്രെയിനിലെ ആപ്പിലൊക്കെ നോക്കി ഇങ്ങനെ നോക്കാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നത് ഏത് ട്രെയിൻ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കിടക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതേ ഗുഡ്സ് വണ്ടി കൊള്ളാം എന്തായാലും. പിന്നെ നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഈ കാരയ്ക്കൽ എക്സ്പ്രസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, കേരളത്തിൽ നിന്ന് ഈ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ തഞ്ചാവൂരിലേക്ക് പോകാൻ. എന്നിരുന്നാൽ പോലും ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരത്തില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ. അങ്ങനെ സമയം രാവിലെ 7:08 ആയപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ കുളിത്തലൈ ദാണ്ട കുളിത്തലൈ സ്റ്റേഷൻ. എൻ്റെ പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആ ഒരു സ്റ്റേഷനിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. 7:09 ആയിട്ടുണ്ട്. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ, കുറേ സൈഡിലും മരങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പൊതുവേ അങ്ങനെയാണല്ലോ, മരങ്ങളും നല്ല തണലും നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഒരു പുതിയ സംഭവമല്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തഞ്ചാവൂരിലൊക്കെ പോയിട്ട് വരാനേ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാനും പറ്റിയൊരു ബെറ്റർ ട്രെയിനാണിത്. അത് മാത്രമല്ല, ഇതല്ലാതെ വേറൊരു ട്രെയിൻ നമുക്ക് നാട്ടിൽ നിന്നില്ല, അത് വേറെ കാര്യം. അപ്പം ഈ ഒരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ആണെങ്കിലും ടിക്കറ്റ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ രാത്രി കയറി കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിയുമ്പോഴത്തേക്കും രാവിലെ നമ്മൾ തഞ്ചാവൂരിലേക്ക് എത്തും, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. പിന്നെ അവിടെ വന്ന് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള അതൊക്കെ നമ്മളെ പാർട്ട് 3 വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് പറയുന്നതാണ്. കാര്യങ്ങളെല്ലാം വലിയ പോസ്റ്റൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എല്ലാം കണ്ട് കറങ്ങി വൈകിട്ട് ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ മൂഡും കാര്യങ്ങളും അനുസരിച്ചിരിക്കാം. അപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്താണെങ്കിലും കുഴപ്പമില്ല, വളരെ അഫോർഡബിൾ ആണ് തഞ്ചാവൂരും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ എക്സ്പെൻസീവ് എന്തിനാണെന്നറിയാമോ? ഓട്ടോക്കാരന്മാർ തമിഴ്നാട്ടിൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള വേറെ ആൾക്കാരെയും കണ്ടിട്ടില്ല. ഓട്ടോക്കാരന്മാരും പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലും തമിഴ്നാട് സ്ട്രീറ്റ് ഫുഡ് ഓക്കെയാണോ, അതെങ്ങനെ വയറ്റിന് പിടിക്കുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ, മിഡിൽ ക്ലാസ് ശ്രദ്ധിക്കണം. അതിനകത്തൊന്നും ചെന്ന് നമുക്ക് തല വെക്കാനേ പറ്റത്തില്ല, അമ്മാതിരി വിലയാണ് അവിടെ ഫുഡിന്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഓട്ടോക്കാരന്മാരാണ്. അതൊക്കെ ഞാൻ നമ്മുടെ പാർട്ട് 3 വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്, ഇതിൻ്റെ സീരീസിൻ്റെ പാർട്ട് 3 വീഡിയോസ്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ തമിഴ്നാട്ടിലെ തെങ്ങും തോപ്പുകളും കുറേ വാഴകളും. ഇതൊരു കുഞ്ഞമ്പലം. ആർക്കും വേണ്ടാത്തൊരു റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്ന നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ കിടക്കും. നോക്കി മരമൊക്കെ മുറിച്ചിട്ടേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതായത് നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ്സിൽ, അതിപ്പോൾ എറണാകുളത്ത് നിന്ന് എവിടെ ആണെങ്കിലും, കാരയ്ക്കൽ വരെ പോകുന്ന ട്രെയിനാണിത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് എവിടം വരെ പോകുകയാണെങ്കിലും നിങ്ങൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം.
അപ്പോൾ അതേ നമ്മൾ തിരുച്ചിറപ്പള്ളി ഫോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. തിരുച്ചിറപ്പള്ളി ഫോർട്ട്, തിരുച്ചി. സമയം അപ്പോൾ ഏകദേശം 7:30 കഴിഞ്ഞു. 7:37 കണ്ടില്ലേ നിങ്ങൾ സമയം. ഇത് രസമാണ്, നോക്കിയേ എന്ത് ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷൻ, അടിപൊളി. തിരുച്ചിറപ്പള്ളി ഫോർട്ട് കൊള്ളാം. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ തിരുച്ചിറപ്പള്ളി ഫോർട്ട്. അപ്പുറത്തെ സൈഡിൽ കൊള്ളാം, നല്ല സ്പോട്ടാണ്. അതായത് നിങ്ങൾ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ടോ, നടക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ്. നമ്മളെ വയനാട് റെയിൽവേ സ്റ്റേഷൻ കണക്ക് എൻ്റെ രാവിലെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ വയനാട് റെയിൽവേ സ്റ്റേഷനിൽ, കൊല്ലം ജില്ലയിലെ എൻ്റെ നമ്മുടെ സ്വന്തം സ്ഥലം. ഇങ്ങനെ രാവിലെ വൈകിട്ടൊക്കെ ആൾക്കാർ നടക്കാറിറങ്ങത്തില്ലേ, അതേ കണക്കത്തെ. ഹൈ ഇതുള്ളല്ലോ, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ തിരുച്ചിറപ്പള്ളി ഫോർട്ട്, ഓഫീസ് ഓഫ് ദ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ. അങ്ങനെ പതുക്കതെ നമ്മുടെ തിരുച്ചിറപ്പള്ളി ഫോർട്ടിൽ നിന്നും ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇതേത് കണ്ടോ, തിരുച്ചിറപ്പള്ളി പാലാക്കാരിയോ, ഹൈ എന്തൊക്കെയാ അത്. ഇതേ ഒരു സംഭവം, ഒരു ബ്രിഡ്ജ് കൊള്ളാം, പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഞാനിങ്ങനെ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഈ ആട്ടോയുടെ ഒരു എക്സ്പെൻസീവ് പറഞ്ഞില്ലേ, അത് ഞാൻ തമിഴ്നാട്ടിൽ മെയിനായിട്ട് വരുമ്പോൾ ഇതേ ഇങ്ങോട്ടൊരു ക്രോസിംഗ് ഉണ്ട് കേട്ടോ. ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം, എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ഇതേ ഒരു റെയിൽ, അത് അവിടം വരെ ഉള്ളോ അതോ വേറെ റൂട്ട് കയറി പോകുന്നതാണോ ഒന്നും അറിയത്തില്ല. അതേ കാണാൻ സാധിക്കുന്നുണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു പാളം ക്രോസ് ചെയ്ത്, ട്രാക്ക് ക്രോസ് ചെയ്ത് നേരെ തിരിച്ച് കയറാൻ പോവുക, തൃച്ചിയിലോട്ട് കയറാൻ പോകുന്നു. അപ്പുറത്തായിരുന്നു അത് ഏതെങ്കിലും ഭാഗത്തുനിന്ന് തൃച്ചിയിലോട്ട് വരുന്നതായിരിക്കാം, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തുതരാം. അപ്പം ഞാൻ നേരത്തെ ഓട്ടോ എക്സ്പെൻസീവിൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ തമിഴ്നാട്ടിൽ മധുരയിലാണെങ്കിൽ, കോയമ്പത്തൂരൊക്കെ പോയിട്ടുള്ളതാണെങ്കിൽ ഓട്ടോ അവന്മാർ ഭയങ്കര അറക്കലാണ്, ഭയങ്കര നടന്ന് പോകേണ്ടുള്ള ദൂരമൊക്കെ അവന്മാർ 50-60 രൂപയുടെ ഓട്ടത്തിനൊക്കെ 200-250 രൂപയൊക്കെ മേടിക്കും. ഒരു കണ്ണീച്ചോരയില്ലാത്ത എക്സ്പെൻസീവാണ് അത്. ഇത് ട്രാക്കുകൾ മാറി വരുന്നുണ്ട് കേട്ടോ, കൊള്ളാം. എനിക്കിതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല, അറിവില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇനി ഈ ഭാഗത്തോട് വരുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോയിൽ അതിനെപ്പറ്റി അവതരിപ്പിക്കാമല്ലോ. അപ്പോൾ അതേ ഗൈസ്, അങ്ങനെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അതേ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിടും കേട്ടോ, കുറച്ച് നേരം. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ക്ലീനിങ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ട്രെയിന്. ഇന്ത്യൻ റെയിൽവേസ് ഒരു ലോക്കോ കിടക്കുന്നു, എഞ്ചിൻ. അങ്ങനെ ദേ നമ്മൾ ഇപ്പോൾ ഉള്ളത് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലാണ്. കണ്ടില്ലേ, മുല്ലപ്പൂവൊക്കെ വെച്ചൊരു ചേച്ചി നടന്നു നോക്കി. തിരുച്ചിറപ്പള്ളി തമിഴ്നാടെത്തിയാൽ പിന്നെ എല്ലാവരുടെ തലയിലും മുല്ലപ്പൂ ഉണ്ടാവും, അത് മസ്റ്റാണ്. അങ്ങ് കിടക്കുന്ന ആരാന്നറിയോ, അനന്തപുരിയാണെന്ന് തോന്നുന്നത് കിടക്കുന്ന, തന്നെ അനന്തപുരി. ഇവ എന്തിനാ ഇവിടെ കിടക്കുന്നത്?
ട്രെയിൻ പോകുന്നു. ട്രെയിൻ നമ്പറേ 173-15 നമ്മുടെ വാസ്കോഡ ഗാമയിൽ വേളാങ്കണ്ണി പോകുന്ന ട്രെയിനാണ്. തിരുച്ചിറപ്പള്ളിയിൽ വെച്ച് നമുക്ക് കിട്ടി. അടിപൊളി വണ്ടി. വേളാങ്കണ്ണി വാസ്കോഡ ഗാമ വേളാങ്കണ്ണി 173-15 173-16 സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ. അങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ നിന്നും നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഗൈസ്. പ്ലാറ്റ്ഫോം നമ്പർ 1 തിരുച്ചിറപ്പള്ളിയിൽ നമ്മുടെ ട്രെയിൻ വന്നത്. ഇതേ ഒരു വണ്ടി പുറപ്പിക്കുന്നു. അപ്പം കേരളത്തിൽ നിന്ന് തഞ്ചാവൂരും വേളാങ്കണ്ണി പോകാനും നമുക്ക് യൂസ്ഫുള്ളാണ് ഈ ട്രെയിൻ. കാരണം വേളാങ്കണ്ണി പോകാൻ സ്പെഷ്യൽ ട്രെയിനുണ്ട് എറണാകുളത്ത് നിന്ന് തന്നെ ആരംഭിക്കുന്നത്. അതായത് ഡയറക്റ്റ് വേളാങ്കണ്ണി വരെ പോകുന്ന കാര്യം ഞാൻ പറയുന്നത്. വേളാങ്കണ്ണി വരെ ഈ ട്രെയിൻ വേളാങ്കണ്ണിയിൽ സ്റ്റോപ്പില്ല. അതിന് തൊട്ട് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട് നാഗപട്ടണം. അവിടെ സ്റ്റോപ്പുള്ളൂ. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ വളരെ അടുത്താണ് വേളാങ്കണ്ണി. ട്രെയിനിലും പോകാൻ ബസ്സിലും പോകാൻ വലിയ ദൂരമൊന്നുമില്ല. മറ്റേ സ്പെഷ്യൽ ട്രെയിൻ ആഴ്ചയിൽ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ ഉള്ളൂ വേളാങ്കണ്ണിയിലോട്ട് സർവീസ് നടത്തുന്ന. എറണാകുളത്ത് നിന്ന് തന്നെ ആരംഭിക്കുന്ന ആ ട്രെയിൻ അത് ആഴ്ച 2 ദിവസമേ ഉള്ളൂ. ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, നാഗപട്ടണം വരെയേ ഉള്ളൂ ഈ ട്രെയിൻ. അതാണ് ഡിഫറൻസ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേളാങ്കണ്ണി പോകാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ട്രെയിൻ ചൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നമ്മളിപ്പോൾ എന്തായാലും ഈ ട്രെയിനിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തഞ്ചാവൂരിലേക്ക് പോകാനാണ്. നമ്മുടെ യാത്രയും തഞ്ചാവൂരിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ടിക്കറ്റിൻ്റെ കാര്യം എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ. ഞാൻ നമ്മുടെ പാർട്ട് 1 വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വ്ളോഗ് ട്രെയിൻ ജേണീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതായത് തഞ്ചാവൂരിലോട്ട് പോകുന്നതും തഞ്ചാവൂർ ട്രെയിൻ ജേണി തിരിച്ച് നാട്ടിലോട്ടാണെങ്കിലും ട്രെയിൻ ജേണീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ വ്ളോഗിൽ. അമ്പലത്തിൻ്റെ കാര്യങ്ങളോ കണ്ടൻറ്റോ ടെമ്പിൾ വിസിറ്റ് അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ പറയും നമ്മളെ 3ാമത്തെ വീഡിയോയിൽ, അതായത് പാർട്ട് 3 വീഡിയോയിൽ തഞ്ചാവൂർ ചെന്നിട്ട് നമ്മൾ തിരിച്ചുള്ള യാത്രയിൽ എല്ലാ കാര്യങ്ങളും പറയും. ഇവിടെ വന്നിട്ട് എങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു ഉള്ള എല്ലാ ഫുൾ ഡീറ്റെയിൽസ് തരും. പക്ഷേ ഒരു വിഷ്വൽസ് ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മസ്റ്റ് ട്രെയിൻ ജേണീസ് മാത്രമായിട്ടാണ്. അതാണ് നമ്മുടെ ഒരു എയിം. ട്രെയിൻ ജേർണീസ് ഉള്ളി. അടുത്ത വീഡിയോ ഏതാണെന്നറിയാമോ? നമ്മുടെ മയിലാടുതുറയില്ലേ, മയിലാടുതുറയിൽ നിന്ന് സെങ്കോട്ടയിൽ പോകുന്നൊരു സെങ്കോട്ട എക്സ്പ്രസ് ഉണ്ട്. ആ ട്രെയിൻ ജേണിയാണ് നമ്മുടെ അടുത്ത വീഡിയോ. അത് തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിക്കുന്നതാണ്. കൊടൈക്കനാൽ റോഡ് വഴിയൊക്കെ പോകുന്നൊരു ട്രെയിൻ ജേണി. അടിപൊളി ഒരു ട്രെയിൻ ജേണിയാണത്. നല്ല റെയിൽവേ സ്റ്റേഷനും നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് കിടില ഒരു ട്രെയിൻ ജേണി ആയിരിക്കും. മധുരയിലോട്ട് പോവുക നമ്മൾ ആ ട്രെയിനിൽ. മധുരൈ വരെ നമ്മൾ ആ ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അതായിരിക്കും അടുത്ത വീഡിയോ വരുന്നത് കേട്ടോ. അത് തഞ്ചാവൂരിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത് ആ ട്രെയിൻ യാത്ര. ആ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് നമ്മുടെ ഈ തഞ്ചാവൂരുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു പോകാനായിട്ടുള്ള രീതിക്കാണ് അത് നടത്തുന്നത്. ദേ ഏത്തയ്ക്ക ഇന്നലെ മേടിച്ചവനാട്ടാ, ഇനി ഇവനെ അടിക്കണം. കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലോട്ട് വന്നപ്പോൾ നല്ല കിടിലൻ ചൂട് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ പൊളപ്പം ചൂട്. അവിടെ എന്തൊരു മഴയായിരുന്നു. ഇവിടെ കൊട്ട വെയിൽ, ആകാശമൊക്കെ കയ്യൊക്കെ തെളിഞ്ഞിരിക്കുന്നത്. ബുഡല്ലൂർ സ്റ്റേഷനിലേക്ക് എത്തിയേട്ടാ. ബുഡല്ലൂർ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബുഡല്ലൂർ സ്റ്റേഷനിലാണ്. കണ്ടില്ലേ? സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ ഭാഗം
നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി കേട്ടോ, അതായത് തഞ്ചാവൂരിലേക്ക്. നല്ല വെയിലും കേട്ടോ, നല്ല വെയിലും നല്ല ചൂടും, പിന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. നമ്മൾ നാട് മാറി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര വെയിൽ, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് കേട്ടോ ഇപ്പം ഇവിടെ. നോക്കാം, ആകാശമൊക്കെ തെളിഞ്ഞിരിക്കുന്നു. ഇതെന്തുവാണോ എന്തോ, എന്തെങ്കിലും വറ്റി വരണ്ട പുഴ വല്ലതും ആണോ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. തഞ്ചാവൂരൊക്കെ എത്തുന്നതിന് മുമ്പുള്ളൊരിതാ, വറ്റി വരണ്ട കണക്ക് കിടക്കുന്നു. സമയം ഇപ്പോൾ ഒരു 8:50 8:55 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ. ഒരു വണ്ടി പോന്നറേ. ഗൈസ്, അങ്ങനെ നമ്മളിതേ നമ്മുടെ ഡെസ്റ്റിനേഷനായ തഞ്ചാവൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ദേ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയല്ലോ. അപ്പോൾ അതേ തഞ്ചാവൂരിൻ്റെ നെയിം ബോർഡ് എവിടെ? നെയിം ബോർഡ് തഞ്ചാവൂർ ജംഗ്ഷൻ. അതേ ഗൈസ്, നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇനി ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പാർട്ട് 3 വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ തഞ്ചാവൂർ വന്നതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഇവിടുത്തെ സ്റ്റേ, ഫുഡ് കാര്യങ്ങളെല്ലാം ആ ഒരു പാർട്ട് 3 വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനിയിപ്പം പോയി റൂം കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.